ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഫൽയതഅസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തില്ലതി തുസീബുഹു ബിഗൈരി. നിങ്ങൾക്കൊക്കെ വീടുകളിൽ പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് മരണം സംഭവിക്കാം, അപകടം സംഭവിക്കാം, മാരകമായ രോഗങ്ങൾ കടിമകളായി മാറിയേക്കാം, അവയവങ്ങളിൽ നഷ്ടം സംഭവിക്കാം, കച്ചവടങ്ങളിൽ പരാജയം സംഭവിക്കാം. നിങ്ങൾക്കെന്തൊക്കെ പ്രയാസങ്ങൾ ഈ ലോകത്ത് വരുമ്പോഴും നിങ്ങൾ ഓർക്കണേ, ഫല്യതഅസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തില്ലതി തുസീബുഹു ബിഗൈരി. നിങ്ങളുടെ നബിയും റസൂലുമായ ഞാൻ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടായ മുസീബത്ത് എത്രയാണോ അത്രത്തോളം ഇല്ലല്ലോ എൻ്റെ വീട്ടിലെ ഒരു മകനോ എൻ്റെ ഭാര്യയോ എൻ്റെ വാപ്പയോ ഉമ്മയോ വല്ലിപ്പയോ വല്ലിമ്മയോ എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ റസൂലിനെ നഷ്ടമായോടം എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് ആശ്വസിക്കണം. കാരണം ഫഇന്ന അഹദം മിൻ ഉമ്മതി ലൻ യുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി മിൻ മുസീബതി. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിനോളം തങ്ങൾ നമ്മളോട് യാത്ര ചോദിച്ചു ഈ ലോകത്തോട് വിട പറഞ്ഞതിനോളം ഒരു പ്രയാസവും ഒരു നഷ്ടവും നിങ്ങൾക്കിനി വരാനില്ല. ആകാശലോകത്ത് നിന്ന് വഹയിൻ്റെ ചിറകുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ വഹയിൻ്റെ വരവാണ് നിന്നുപോയിട്ടുള്ളത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം ചോദിച്ചു വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിൻ്റെ അരികത്തുണ്ട്. ഹബീബായ നബി തങ്ങൾ കൈയുയർത്തി ദുആ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന മുഹൂർത്തങ്ങളാണ് ഹബീബിൻ്റെ കൂടെയുള്ള സമയം. എല്ലാം നഷ്ടമായല്ലോ ഹബീബിൻ്റെ വഫാത്തോടുകൂടെ, ഇനി അങ്ങനെ പരാതി പറയാൻ ആരുണ്ട് നമുക്ക് എന്ന് സ്വഹാബികളെ നിങ്ങളും നിങ്ങൾക്ക് ശേഷം വരാനുള്ളവരും ഓർക്കുമ്പോൾ നിങ്ങളുടെ പ്രയാസം വലിയ ഒരു പ്രയാസമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. യാ റസൂലല്ലാഹ് ഹലകത്തിൽ അൻആം ജാഅൽ അയാൽ. നബിയേ, സസ്യലതാദികൾ ഉണങ്ങിപ്പോയി നബിയേ, അരുവികൾ വറ്റിപ്പോയി, കിണറുകളിൽ വെള്ളമില്ല, കന്നുകാലികൾ ചത്തൊടുങ്ങി, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാൻ ഭക്ഷണമില്ല, അമ്മിഞ്ഞപ്പാലുമില്ലാതെ ഉമ്മമാർ കഷ്ടപ്പെടുന്നു നബിയേ. ജുമുഅയുടെ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഖുതുബ അവസാനിക്കാൻ വരെ കാത്തു നിൽക്കാൻ സമയമില്ലാതെ ഒരു മനുഷ്യൻ ഓടി വന്ന് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്, നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനുപോലും സമയം കിട്ടാതെ ഹബീബായ നബി തങ്ങളോട് വന്ന് പരാതി പറഞ്ഞപ്പോ യാ അയ്യുഹർ റജുൽ ഖദ് ശഗൽതനാ, സഹോദരാ നമ്മുടെ ഖുതുബ പോലും നിങ്ങൾ തടസ്സപ്പെടുത്തിയല്ലോ. മാ ബിക്, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് തിരുമേനി ചോദിച്ചപ്പോഴാണ് കഥ പറഞ്ഞത്. ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം നബിയേ, ഞങ്ങൾക്ക് മഴ വേണം. അപ്പോഴാണ് ആകാശത്തേക്ക് കൈയുയർത്തി പരിശുദ്ധമായ അവിടുത്തെ ചൂണ്ടുവിരലുകൊണ്ട് റബ്ബിലേക്ക് കൈയുയർത്തിയിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ അഗ്സിനാ അല്ലാഹുമ്മ അസ്ഖിനാ അല്ലാഹുമ്മ അസ്ഖിനാ. അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. വമാ ഫിസ് സമാഇ മിൻ ഖുസ്അ വലാ സഹാബിൻ, കൂടി നിൽക്കുന്ന മേഘത്തിനാണ് സഹാബ് എന്ന് പറയുന്നത്, വിട്ടു നിൽക്കുന്ന മേഘപടലങ്ങൾക്കാണ് ഖുസ്അ എന്ന് പറയുന്നത്. ആകാശലോകത്ത് ഓരോ മേഘത്തിൻ്റെ ഒരു പടലം പോലുമില്ലാത്ത മദീനയുടെ ആകാശത്തേക്ക് എവിടെ നിന്നോ മേഘം ഒരുമിച്ച് കൂടുകയായി. ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ നിന്ന് ഖുതുബ കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ നിസ്കാരം തുടങ്ങി സുജൂദ് ചെയ്യുന്നത് വെള്ളത്തിലായിരുന്നു, ചെളിയിലായിരുന്നു. മഴ വർഷിച്ചു. അതായിരുന്നു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹത്തുക്കളായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവരെ ഓർക്കുമ്പോൾ അവർ കറാമത്തുകൾ കാണിച്ചവരാണെന്ന് നമുക്കറിയാം. മാണിക്കോത്തുള്ള മഹാനവറുകൾ അവർ രണ്ടുപേരും ദീനുമായി ബന്ധമുള്ള, അവർ രണ്ടുപേരും ആത്മീയ ബന്ധമുള്ള സാരഥികളാണ്. ഇവരുടെയൊക്കെ കറാമത്തുകൾ തലമുറകൾ കണ്ടപ്പോഴാണ് ദീനിലേക്ക് പലരും ആകൃഷ്ടരാകുന്നത്.
എന്നാൽ ഈ കറാമത്തുകളുടെ മുഴുവൻ ഉറവിടം എവിടെയാണെന്നറിയുമോ? പരിശുദ്ധമായ മദീനയാണ്, അഷ്റഫുൽ ഖൽക്കിൻ്റെ മദീനയാണ്. ഇതൊക്കെ എത്തിച്ചേരുന്ന അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് പരിശുദ്ധമായ മദീനയാണ്. അങ്ങനെയാണെങ്കിൽ മദീനയുടെ മഹത്വം എത്രയായിരിക്കും? ലോകത്തുള്ള ഔലിയാക്കന്മാർ, ലോകത്തുള്ള സജ്ജനങ്ങളും സ്വാലിഹീങ്ങളുമായ മുഴുവൻ ആളുകളുടെയും കറാമത്തിൻ്റെയോ ബഹുമതിയുടെയോ അവരുടെ എല്ലാ മഹത്വത്തിൻ്റെയും ഉറവിടം ഹബീബിൽ നിന്ന് പഠിച്ചെടുത്തതാണ്, ഹബീബിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ഉമ്മമാരെക്കാളും നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മുടെ ഹബീബല്ലയോ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മ മരണപ്പെടുമ്പോൾ വേദനയുണ്ട്. കാരണം ഈ ജീവിതത്തിൽ മനുഷ്യരിൽ നമ്മൾ അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉമ്മയോടാണ്. ഉമ്മയുടെ ഉദരത്തിൽ നിന്നാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നത്. ഉമ്മയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ജന്മമില്ല. എന്നാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന വിധം നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന വരവോ അല്ലെങ്കിൽ ഉമ്മ നൽകിയ നമ്മുടെ മസൃണമായ സ്നേഹമോ അല്ലല്ലോ. പിന്നെയോ നാളെ രക്ഷപ്പെടാൻ കഴിയുന്നതിൻ്റെ കാരണം ഈമാനാണ്, ഹിദായത്താണ്. ഇത് കിട്ടാൻ നമുക്ക് നിമിത്തമായത് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളാണ്. ഒരുപക്ഷെ 60, 70, 80, 100 വർഷം നമ്മളിവിടെ ജീവിച്ചു എന്ന് വിചാരിക്കുക. നാളത്തെ ജീവിതം നമുക്ക് സുരക്ഷിതമല്ലെങ്കിൽ ഈ 100 ആയുസ് കൊണ്ട് എന്ത് നേടാനാണ്? അല്ലാഹുവേ, നാളത്തെ പരലോകം ഞങ്ങൾക്ക് ഖൈറാക്കി തരണമേ റബ്ബേ. നാളത്തെ പരലോകം രക്ഷപ്പെടാൻ അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കണമേ. പരലോകത്ത് ഓരോരുത്തർക്കും പരിചയമുള്ള മുഴുവൻ ആളുകളും ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഹദീസിന്റെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖദ് ശഫഅ ശാഫിഊൻ. ഒരുപാട് ആളുകൾ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു. എത്രത്തോളം എന്നാൽ ഹത്ത റജുലുൽ ലദീ ജലസ മഅഹു ഫീ മജ്ലിസിൽ ഇൽം, ഇൽമിന്റെ മജ്ലിസിൽ നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഒരു സദസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇൽമിന്റെ മജ്ലിസിൽ നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാളോട് പോലും ഒന്ന് ശഫാഅത്ത് തരണേ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുമെന്നും അവർ ശഫാഅത്ത് ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കഴിഞ്ഞാലാണ് ഹബീബിന്റെ ശഫാഅത്തുൽ ഉളുമാ. യൗമ യദ്ഉ ആദമുൻ വൽ അംബിയാ നഫ്സി 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 നഫ്സിയാ. യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ. പരലോകത്തേക്ക് വരുമ്പോൾ ഹബീബിന്റെ കൺസേൺ അവിടുത്തെ കുടുംബമോ കണ്ണിലുണ്ണിയായ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയോ അല്ല, എൻ്റെ ഉമ്മച്ചികളെ എന്ന് വിളിക്കുന്ന നബിയാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. എൻ്റെ കുടുംബമേ, എൻ്റെ മക്കളെ എന്ന് വിളിക്കുന്ന അമ്പിയാക്കന്മാർ, സ്വന്തം എന്ന് മാത്രം വിളിച്ചു ചോദിക്കുന്ന ആളുകൾ. അപ്പോഴാണ് ലോകത്തിൻ്റെ ഗുരു, എൻ്റെ അനുയായികളുണ്ട് റബ്ബേ, അവരിലെ പാപികൾക്ക് നീ പാപമോചനം നൽകണം, മാപ്പ് നൽകണം, സ്വർഗപ്രവേശനം നൽകണമെന്ന് അർശിൻ്റെ താഴെ പോയി സുജൂദിൽ കിടക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ മരണം, എൻ്റെ വഫാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതിനേക്കാളും വലുത് ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ നഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളിലോ കുടുംബത്തിലോ വേണ്ടപ്പെട്ടവരിലോ മരണമോ അപകടങ്ങളോ സംഭവിക്കുമ്പോൾ എൻ്റെ റസൂലിന് ഏറ്റതുപോലെയൊന്നും എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ ആശ്വസിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഹബീബിനോടുള്ള ആത്മബന്ധം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. فاصبر لكل مصيبة وتجلدي فاصبر لكل مصيبة وتجلدي واعلم بأن المرء غير مخلدي. ഏതൊരു വേദനിപ്പിക്കുന്ന അനുഭവം മനുഷ്യരിൽ നിന്നുണ്ടായാലും
കൂടപ്പിറപ്പുകളിൽ നിന്നുണ്ടായാലും നാട്ടുകാരിലോ നാടറിയാത്തവരിലോ എവിടെ നിന്നെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അറിയണേ, ഫസ്ബിർ ലികുല്ലി മുസീബത്തിൻ വതജല്ലദി വഅലം ബിഅന്നൽ മർഅ ഗൈറു മുഖല്ലദി. എപ്പോഴും ജീവിക്കാൻ വന്ന ഒരു ജീവിതമല്ല ഇതെന്ന് മനുഷ്യനെപ്പോഴും ഒന്ന് ഓർത്തെടുക്കണമേ. എപ്പോഴും നിൽക്കുന്ന ലോകമല്ല ഇത്. എപ്പോഴാണോ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകേണ്ടത് എന്ന് പോലും അറിയാതെയാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യാ അല്ലാഹ്, വസ്ബിർ കമാ സബറൽ കിറാമു ഫഇന്നഹാ നുവബുൻ തനൂബുൽ യൗമ തുക്ഷഫു ഫീ ഗദീ അമാ തറാ അന്നൽ മസായിബ ജുമ്മതൻ വതറൽ മനീയത ലിൽ ഇബാദി ബിമർസദി. ചരമകോളങ്ങളിൽ മരണവാർത്തകളിൽ നമ്മുടെ ഒരു പേരും നമ്മുടെ ഒരു ഫോട്ടോയും പ്രത്യക്ഷപ്പെടുന്ന നാൾ എന്നാണെന്ന് പോലും അറിയാതെയാണ് ഈ ജീവിതം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ചിന്തകളിൽ വെച്ച് ഏറ്റവും പ്രതിഫലമുള്ള ചിന്ത എനിക്കൊരു മരണമുണ്ട് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നതാണ്. കാരണം അവൻ്റെ അഹങ്കാരം താഴെ വരും, അവൻ്റെ താൻ പോരിമ താഴെ വരും, ഞാൻ എന്തോ ആണെന്ന ഭാവം ഇല്ലാതെയാവും. മണ്ണിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്ന് നിന്നെ പടച്ചു, മണ്ണിലേക്ക് നിന്നെ ഞാൻ മടക്കുകയാണ്, ഈ മണ്ണിൽ നിന്ന് വീണ്ടും ഞാൻ നിനക്ക് പുനർജന്മം നൽകുമെന്ന വചനങ്ങളാൽ ഒരു പിടി മണ്ണ് വാരിയിടുമ്പോൾ ഓർക്കേണമേ, ഞാൻ ആരുടെ മേലാണോ മണ്ണ് വാരിയിടുന്നത്, ഇനി എൻ്റെ മേൽ മണ്ണ് വാരിയിടപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. കുല്ലുക്കും മിൻ ആദം. പുണ്യ നബി ഞങ്ങൾ പറഞ്ഞു, എന്തിനാണ് അഹങ്കാരം, എന്തിനാണ് മേന്മ നടിക്കുന്നത്? കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്. നിങ്ങളൊക്കെ ആദമിൻ്റെ മക്കളല്ലയോ അലൈഹിസ്സലാം. ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്നല്ലയോ വന്നത്. അതുകൊണ്ട് മണ്ണോളം താഴണേ, മണ്ണോളം വിനയം കാണിക്കണേ. ഈ ഭൂമി എന്തൊരു അത്ഭുതമാണ്. മൗനമായി എത്ര അഹങ്കാരികൾ നടന്ന ഭൂമിയാണിത്. ഫിർഔനിൻ്റെയും ഖാറൂനിൻ്റെയും ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കിരാതന്മാരുടെ കൊലയാളികളുടെ എല്ലാം കാൽപ്പാടുകൾ അനുഭവിച്ചിട്ടും ശാന്തമായി കിടക്കുന്ന ഈ ഭൂമി, ആ ഭൂമിയോളം നിങ്ങൾ ചിന്തിക്കണമേ, നിങ്ങൾ താഴണം, നിങ്ങളാരും അഹങ്കരിക്കരുത്. അൽ കിബിരിയാ ഉരിദാഇ, അഹങ്കാരം എൻ്റെ മേലങ്കിയാണ് എന്ന് അള്ളാഹു പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ വിനയാന്വിതമാക്കുന്ന ഒന്നേ ഒന്നുള്ളൂ, അത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تيأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. ഭൂമിയിലും നിങ്ങളുടെ ശരീരത്തിലും നടക്കുന്ന എല്ലാ വിപത്തുകളും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വച്ചവനാണ് അല്ലാഹു. ഖദാ ഖദറിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം, നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് അല്ലാഹു നൽകുന്ന ചോയ്സ് ഉണ്ട്, നന്മ തിന്മ തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ്. എന്നാൽ നമ്മുടെ മേൽ സംഭവിക്കുന്ന വിഷയങ്ങൾ, രോഗങ്ങൾ വരുന്നത്, അപകടങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ ഒരു ചെറുപ്പക്കാരനോട് അപകടം സംഭവിച്ചു, കാലിന് എന്താ പേര്, കുക്കു എന്നാ വിളിക്കല്. ആ മോൻ അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, സലാമത്ത് കൊടുക്കണേ റബ്ബേ. ഒന്നും ഒരു റാൻഡം പ്രോസസ് ലോകത്ത് നടക്കുന്നില്ല. എവ്രിതിങ് ഹാസ് ബീൻ പ്രീഡിറ്റർമിൻഡ് ബൈ അല്ലാഹ്. എല്ലാം റബ്ബ് തആല തീരുമാനിച്ചു വെച്ചതാണ്. എത്ര മനോഹരമാണ് സൂറത്തുൽ ഹദീദ്.
ഈ ആയത്ത് നോക്കൂ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർള്, ഭൂമിയിൽ നടക്കുന്ന ഏതൊരു മുസീബത്തും അതിന് കാരണങ്ങളുണ്ടാകാം. അമേരിക്കയിൽ ആളിപ്പടരുന്ന തീയാവട്ടെ, ഭൂകമ്പങ്ങളാകട്ടെ, യുദ്ധങ്ങളാകട്ടെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയും നടക്കുന്ന വിഷയങ്ങൾ. നമുക്കൊരു അസുഖം വന്നാൽ അത് നമ്മുടെ വലിയ ബിഗസ്റ്റ് കൺസേൺ ആണ്, അല്ലേ? വലിയ വിഷയമാണ്. നമ്മൾ വിചാരിക്കും ആ വിരലിലായിപ്പോയി, വേറെ എവിടെയെങ്കിലും കുഴപ്പമില്ല, വേറെ എവിടെ ആയ അവിടെ ആയിപ്പോയതാ കുഴപ്പമായത്. ഇവിടെയും കുഴപ്പമാണ്. നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് ആഫിയത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹുൽ ആഫിയ, അള്ളാഹുവിനോട് ആരോഗ്യം തരാൻ ചോദിക്കണേ എന്ന് ഹബീബായ നബി ഞങ്ങൾ പറയാറുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളിലോ ഭൂമിയിലോ നടക്കുന്ന എല്ലാ വിപത്തുകളും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, ഭൂമിയിൽ നിങ്ങളുടെ ശരീരങ്ങളിൽ അവ സംഭവിക്കുന്നതിന് മുമ്പ് കൃത്യമായ രേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അപ്പൊ ചോദിക്കും, ബില്യൺ കണക്കിന് ആളുകളുണ്ടല്ലോ ഭൂമിയിൽ, 6 ബില്യൺ ആളുകളുണ്ടെന്നാ പറയും. ഇപ്പോൾ 6 ബില്യൺ ഹ്യൂമൻസ് ഓൺ എർത്ത്. ജീവജാലങ്ങൾ ഏറെ, ജന്തുക്കളുടെ ലോകം, മറൈൻ സ്പീഷീസ്, വെള്ളത്തിൽ കാണുന്ന ജീവികളുടേത് വേറെ, മനുഷ്യർ മാത്രം. ഇത്രയും മനുഷ്യരിൽ ഓരോരുത്തർക്കും സംഭവിക്കുന്ന ചെറുതും വലുതുമായ രോഗങ്ങളടക്കം, പരീക്ഷണങ്ങളടക്കം, മാനസികമായ പിരിമുറക്കങ്ങളടക്കം, ഇതെല്ലാം അള്ളാഹു രേഖപ്പെടുത്താൻ എങ്ങനെ കഴിയും? ഏത് സെർവറാണ് ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിന് അള്ളാഹു നൽകുന്ന മറുപടിയാണത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. This is so easy for Allah. ഇതൊരു വിഷയമല്ല അള്ളാഹുവിന് ഇത് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞത്, ഇത് സംവിധാനിക്കുക എന്ന് പറഞ്ഞത്. എന്തിനെന്നറിയോ? എന്തിനാണ് അള്ളാഹു ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹൂ ബിമാ ആതാകും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന വിപത്തുകളിൽ മനംതൊന്ത് ഡിപ്രഷൻ അടിച്ച്, ടെൻഷൻ അടിച്ച് കരയരുത്, ടെൻഷൻ അടിച്ച് കഴിയരുത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹുവിന് അഹങ്കരിക്കുന്നവരെ ഇഷ്ടമല്ല, ധിക്കാരം കാണിക്കുന്നവരെയും ഇഷ്ടമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാന്റെ അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ് ലോകത്ത് നടക്കുന്നത് എന്ന് മനുഷ്യനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഖദർ ഖലാ എന്ന വിഷയം ഓർക്കണമേ. മലകളോളം നമ്മൾ അള്ളാഹുവിനെ ദാനം ചെയ്താൽ പോലും, മണ്ണിൽ നിന്ന് തല ഉയർത്താതെ സുജൂദിൽ സാഷ്ടാംഗം നമിച്ച് കടന്നാൽ പോലും ഒരു മനുഷ്യന്റെ ആരാധന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഖദറിലും ഖലായിലും വിശ്വസിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഖലാ ഖദർ? എല്ലാ കാര്യങ്ങളും, എവറിത്തിങ് ഹാപ്പൻസ് ബൈ ദ വിൽ ആൻഡ് പ്രീഡിറ്റർമിനേഷൻ ഓഫ് അല്ലാഹ്. ഇവിടെ നടക്കുന്നതെല്ലാം, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്നൊരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കാതെ അവരുടെ അമലുകളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആശ്വസിക്കാൻ നമുക്ക് ഒരുപാട് വകയുണ്ട്. യാ സാഹിബൽ ഹമ്മി ഇന്നൽ ഹമ്മ മുൻഫരിജു അബ്ശിർ ബിഖൈരിൻ ഫഇന്നൽ ഫാരിജല്ലാഹു. ദുഃഖം കടിച്ചമർത്തി കഴിയുന്നവരെ, സങ്കടപ്പെട്ട് കഴിയുന്നവരെ, കണ്ണുനീരൊന്ന് തോരാതെ സങ്കടപ്പെട്ട് കഴിയുന്നവരെ, അബ്ശിർ ബിഖൈരിൻ, നന്മ വരുമെന്ന് സന്തോഷിച്ചോളൂ. ഫഇന്നൽ ഫാരിജ്, ഫഇന്നൽ ഫാരിജല്ലാഹു. സർവേശ്വരനായ പടച്ചതമ്പുരാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ്. അള്ളാഹു നിങ്ങളുടെ ദുഃഖങ്ങളെ എന്നും വെച്ചേക്കില്ലെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെയല്ല പറഞ്ഞത്? അള്ളാഹു തന്നെ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ,
പ്രയാസങ്ങൾ എന്നും നിലനിൽക്കുകയില്ല. പ്രയാസം കഴിഞ്ഞാൽ ആശ്വാസം വരാനുണ്ടെന്ന്. അൽ-യഅ്സു യഖ്തഉ അഹ്യാനൻ ബിസാഹിബിഹി ലാ തയഅസന്ന ഫഇന്നൽ കാഫിയല്ലാഹു. നിരാശ വന്നു പോകുന്നുണ്ടല്ലേ, നിരാശപ്പെടുന്നുണ്ടല്ലേ. എന്നാണാവോ ഇതൊക്കെ ഒന്ന് അവസാനിക്കുക, എന്നാണാവോ ഒന്ന് രക്ഷപ്പെടുക, എന്നാണാവോ ഒരു മനസ്സമാധാനം ഉണ്ടാവുക എന്ന് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടോ? പിശാചാണ് നിരാശ കൊണ്ടുവരുന്നത്. അവനെ വിശ്വസിക്കരുതേ. ലാ തയഅസന്ന ഫഇന്നൽ കാഫിയല്ലാഹു. നിരാശപ്പെടരുതേ. അല്ലാഹു മതിയായവനല്ലയോ നിങ്ങൾക്ക്. അല്ലാഹു യുഹദിഥു ബഅദൽ കർബി മൈസറതൻ ലാ തജ്സഅന്ന ഫഇന്നൽ കാശിഫല്ലാഹു. പ്രയാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, ആനന്ദം നൽകുന്ന, ആശ്വാസം നൽകുന്ന, സമാധാനം കൊണ്ടുവരുന്നവൻ അല്ലാഹുവല്ലയോ. എന്തിനാണ് വിഷമിക്കുന്നത്? അതുകൊണ്ട് ഇദബ്തുലീത ഫസിഖ് ബില്ലാഹി വറുള ബിഹി. ഇദബ്തുലീത ഫസിഖ് ബില്ലാഹി വറുള ബിഹി ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാഹു വല്ലാഹു. അതുകൊണ്ട് നമ്മളിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റുകൊണ്ടാണെങ്കിൽ തൗബ ചെയ്ത് മടങ്ങണം. തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരും. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല. പാപം ചെയ്തു റബ്ബിനോട് പശ്ചാത്തപിക്കുന്നവർ അവർ പാപം ചെയ്യാത്തവരെ പോലെയാണെന്നല്ലേ വിശുദ്ധ ഖുർആൻ ഹദീസ് പറയുന്നത്. അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയി, ഒരുപക്ഷെ അല്ലാഹു അതിന് പരീക്ഷണം നൽകാം. തെറ്റൊന്നും ചെയ്തതല്ല, എന്നാൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളെ അവരുടെ ഈമാൻ ഖനമളക്കാൻ അല്ലാഹു പരീക്ഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഫസിഖ് ബില്ലാഹി വറുള ബിഹി, ആശ്വസിക്കണം. ഇതെല്ലാം തീർത്തു തരാൻ കഴിയുന്ന ഒരുത്തനേ ഉള്ളൂ. ആ ഒരുത്തനാണ് അല്ലാഹു. വറുള ബിഹി, എന്റെ റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് പൊരുത്തമെന്ന് പറയേ. ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാഹു വല്ലാഹു. പ്രയാസങ്ങൾ നീക്കിത്തരാൻ കഴിയുന്നത് അർശിന്റെ ഉടമസ്ഥനാണ്. വല്ലാഹി മാലക ഗൈറുല്ലാഹി മിൻ അഹദിൻ ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹു. വല്ലാഹി മാലക ഗൈറുല്ലാഹി മിൻ അഹദിൻ ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹു. മുഅ്മിനേ, സന്തോഷത്തിന്റെ ഒരു നൗകയിൽ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ അല്ലാഹുവിനെ ഓർക്കാൻ സമയം കിട്ടാതെ വരും. പ്രയാസങ്ങളിൽ വേദനയിൽ കഴിയുന്ന ഒരു രോഗിക്ക്, ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന് അല്ലാഹുവിനെ ഓർക്കാൻ എത്ര സമയം കിട്ടുന്നുണ്ട്? സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും അവർ ചൊല്ലുന്നുണ്ട്. എന്തേ? അല്ലാഹു നൽകുന്ന ആ ഒരു രോഗം അവർക്ക് ഖൈറായി മാറി. അവർ അല്ലാഹുവിനെ ഓർക്കുകയാണതിലൂടെ. അതുകൊണ്ട് മുഅ്മിനേ, ഇദാ ഉസീബ അഹദുകും ബിമുസീബത്തിൻ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ളമുൽ മസായിബ്. പ്രയാസങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ ഒന്നുമേ അല്ല. പ്രയാസങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസം ഹബീബായ നബി തങ്ങൾ നമ്മളോട് യാത്ര ചോദിച്ചതാണ്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വിയോഗം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ഹദീസ് പറയുമല്ലോ, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മുടെ റബീഉൽ അവ്വലുകളിൽ കൊച്ചുമക്കളൊക്കെ ഓതുന്ന ഹദീസാണത്. നിങ്ങൾ ഓരോരുത്തരുടെയും ഈമാൻ പരിപൂർണമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ബന്ധുജനങ്ങളെക്കാൾ, മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കണം. കേട്ടിട്ടില്ലേ? എങ്കിൽ ഒരു മുസീബത്ത് വന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾ, മക്കള്, ബന്ധുജനങ്ങൾ ഇവർക്ക് എന്ത് മുസീബത്ത് വന്നാലും ഇതിനേക്കാളും വലിയ മുസീബത്ത് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായതാണ്, എൻ്റെ റസൂലിൻ്റെ വിയോഗമാണ് എന്ന് തിരിച്ചറിയുന്നത് വരേക്കും ഈമാൻ പരിപൂർണമാവുകയില്ല. ചേർത്ത് വായിക്കണം. നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് വലുത് തന്നെയാണ്.
അള്ളാഹു പ്രയാസങ്ങളെ തീർത്തു തരട്ടെ. ഫഇന്നൽ കാശിഫ അള്ളാഹുവിനെ തീർത്തു തരാൻ കഴിയും. അള്ളാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങളെ പരിഹരിക്കണേ തമ്പുരാനെ. എന്നാൽ ഇതിലും വലിയൊരു പ്രയാസമാണ്, ഇതിലും ഏറ്റവും വലിയ പ്രയാസമാണ് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായത്. അത് നമ്മൾ ആലോചിക്കണം, അത് ചിന്തിക്കണം. ഇതൊരു നമ്മുടെ ഖൽബിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? സ്വഹാബി. 10 വർഷം ഹബീബിന്റെ വീട്ടില് ഹബീബിന്റെ കൂടെ ഖാദിമായി ജീവിച്ച സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 90 വയസ്സ് കഴിഞ്ഞിട്ടാ വഫാത്താകുന്നത്. ഒരുപാട് കാലം ഉമ്മത്തിന് ഇൽമ പറഞ്ഞു കൊടുത്ത സ്വഹാബി, ഹബീബിന്റെ വീട്ടിൽ വളർന്ന മോൻ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മോന് വഫാത്തായപ്പോൾ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ അബ്ദുക വബ്നു അബ്ദിക് വഖദ് റുദ്ദ ഇലൈക്. അല്ലാഹുവേ, നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മകനാണ്, ആ മകനെ നീ തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണല്ലേ. ഫർഫ ബിഹി, എന്റെ മോനോട് കരുണ കാണിക്കണേ. വർഹംഹു, നീ റഹ്മത്ത് ചൊരിയണമേ. വജാഫിൽ അർള അൻ ബദനിഹി, എന്റെ മോന്റെ ശരീരത്തിൽ ആശ്വാസമാകും വിധം ഖബറിനെ ഒന്ന് വിശാലമാക്കി കൊടുക്കണേ. ഞങ്ങൾ കടത്തുന്നത് ഇടുങ്ങിയ ഒരു ഷിഖിലാണ്, ഇടുങ്ങിയ ഒരു ഖബറാണത്. പടച്ചവനെ, കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കാൻ നിനക്ക് കഴിയുമല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, വല്ലിപ്പ വല്ലിമ്മമാരിൽ അല്ലാഹുവേ അവരുടെയൊക്കെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ വേണ്ടപ്പെട്ടവർ, വഫ്തഹ അബ്വാബസ് സമാഇ ലിറൂഹിഹി, എന്റെ മോന്റെ ആത്മാവിന് വേണ്ടി ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുക്കണേ. വതഖബ്ബൽഹു ബിഖബൂലിൻ ഹസൻ, എന്റെ മോനെ നീ സ്വീകരിച്ചേക്കണേ എന്ന് പറഞ്ഞ് സുമ്മൻ സ്വറഫ, അനസ് റളിയല്ലാഹു അൻഹു ഖബറിനടന്ന് എഴുന്നേറ്റ് പോരുകയാണ്. ഫഅകല വശരിബ വദ്ദഹന, മഹാനവറുകൾ എണ്ണ തേച്ചു, കുളിച്ചു, വൃത്തിയായി ഭക്ഷണം കഴിച്ചു, ഒരു വേദനയുമില്ലാത്ത പോലെ. എന്തുകൊണ്ട്? ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിന്റെ തീരുമാനമാണത്. എന്റെ മോന്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അല്ലാഹുവിൻ്റേത്, എന്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അല്ലാഹുവിൻ്റേത്. അതുകൊണ്ട് റബ്ബ് തീരുമാനിച്ചു, അല്ലാഹു കൊണ്ടുപോയി. ഇതൊരു മുഅ്മിനിന് സാധിക്കുന്നൊരു അത്ഭുതമാണ്. അല്ലാത്തവർ വിഷമിച്ചു പോകും, ഈമാനില്ലാത്തവർ തളർന്നു പോകും. നമുക്ക് ലില്ലാഹി മാ അഅതാ വലില്ലാഹി മാ അഖദ്, തന്നതും അല്ലാഹുവിന്, കൊണ്ടുപോയതും അല്ലാഹുവിന് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? അബൂദറുൽ ഗിഫാരി, ഗിഫാർ ഗോത്രത്തിന്റെ നായകൻ. മൗലാന അബുൽ ഹസൻ അലി നദവി സാഹിബിന്റെ ഒരു വചനമുണ്ട്, ഇസ്ലാം വന്നില്ലായിരുന്നുവെങ്കിൽ അബൂദർ അറേബ്യ കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനായി മാറുമായിരുന്നത്രേ. അറേബ്യ കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനായി മാറുമായിരുന്നത്രേ. അതായിരുന്നു ജീവിതം, അതായിരുന്നു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂദർ എന്നവരുടെ പ്രൊഫഷൻ. പക്ഷേ എല്ലാം മാറി, പാവമായൊരു മനുഷ്യനായി മാറി. യംശീ വഹദഹ് വയഈശു വഹദഹ് വയമൂതു വഹദഹ് വയുബഅസു വഹദഹ്. ഒറ്റക്ക് നടക്കും, ഹബീബ് പറഞ്ഞു, ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് മരിക്കും, നാളെ ഒറ്റക്ക് അല്ലാഹു പുനർജന്മം നൽകുമെന്ന് പറഞ്ഞ ഗിഫാർ ഗോത്രത്തിന്റെ നായകൻ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. മക്കള് ജനിക്കും, പക്ഷേ മക്കളൊക്കെ മരിക്കും, ജനിക്കുന്ന മക്കളൊക്കെ മരിക്കും. കാന ലാ യഈശു ലഹു വലദുൻ, കുട്ടികൾ ബാക്കിയാവില്ല, ജനിക്കും, ഭാര്യ പ്രസവിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു. അപ്പൊ അവരോട് ആളുകൾ പറഞ്ഞു, അബൂദർറേ ഇന്നകംറുഉൻ ലാ യബ്ഖാ ലക വലദ്, അബൂദർറേ നിങ്ങളുടെ ഒരു മക്കളും ജീവിച്ചിരിക്കുന്നല്ലേ, ഒരാൾക്കും ജീവിക്കാൻ ഭാഗ്യമില്ലാതെ പോയല്ലേ. ഇത് പറഞ്ഞപ്പോ നമുക്കുണ്ടാകാം അങ്ങനെ അനുഭവങ്ങൾ. പ്രസവിക്കുന്നു, മരിച്ചു പോകുന്നു, പ്രസവത്തിൽ മരിക്കുന്നു, പ്രസവിച്ച് കഴിഞ്ഞിട്ട് മരിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഇത്തരം ആളുകൾക്കൊരു മാതൃകയാണ്. മനസ്സുകൾക്ക് വേദന വരും, ആളുകൾ വന്ന് പറയും, മൂന്നാമത്തെ കുട്ടി മരിച്ചല്ലേ. ഇത് പറയുമ്പോ ഉമ്മയുടെ മനസ്സ് പിടക്കും, ഉപ്പയുടെ മനസ്സ് വേദനിക്കും. അബൂദർ റളിയല്ലാഹു അൻഹു ഖദറിലും ഖളായിലും വിശ്വസിച്ച സ്വഹാബിയാണ്.
അൽഹംദുലില്ലാഹ്, എൻ്റെ റബ്ബിനാണ് എല്ലാ സ്തുതിയും. കുല്ലു ദാലിക ഫീ കിതാബ്. അബൂദറിന് മക്കള് ജനിക്കണോ, ജനിച്ചാൽ അവർ ജീവിച്ചിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അവിടുന്നാണ്. എല്ലാം കൃത്യമായ രേഖയിൽ അല്ലാഹു രേഖപ്പെടുത്തിയവനാണ്. അൽഹംദുലില്ലാഹില്ലദീ യഖുദുഹും ഫീ ദാരിൽ ഫനാ. മരിച്ചു പോകുന്ന, നശിച്ചു പോകുന്ന, ഇല്ലാതെയായി പോകുന്ന ഈ ലോകത്ത് നിന്ന് എൻ്റെ മക്കളെ കൊണ്ടുപോകുന്നവനെ അല്ലാഹുവേ നിനക്ക് സ്തുതി. വയദ്ഖിറുഹും ഫീ ദാരിൽ ബഖാ. എന്നെന്നും ശേഷിക്കുന്ന ഒരു നാളിലേക്ക്, എന്നെന്നും ശേഷിക്കുന്ന ഒരു നാളിലേക്ക് അവരെ സൂക്ഷിച്ചു വെക്കുന്നവനെ അല്ലാഹുവേ, എൻ്റെ മക്കളെനിക്ക് നഷ്ടമല്ല, നാളെ സ്വർഗത്തിൽ എനിക്ക് കണ്ടുമുട്ടാൻ കഴിയും. അതുകൊണ്ട് പടച്ചവനെ, നിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണ്. ഇത് പറയാൻ എളുപ്പമല്ല മുഅ്മിനെ, ഇത് പറയുന്നത് എളുപ്പമല്ല ഉമ്മ, എളുപ്പമല്ല ഉപ്പ, ഇത് പ്രയാസമുള്ളതാണ്. പക്ഷേ നമ്മുടെ മുസീബത്തിനേക്കാളും വലിയൊരു മുസീബത്താണ് ഹബീബിന്റെ വഫാത്ത് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ, ജീവിതവും മരണവും ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതവും മരണവും നിശ്ചയിക്കുന്നതും ജീവിതവും മരണവും തീരുമാനിക്കുന്നതും അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന് അത് എളുപ്പമാണ്. ജീവിതവും മരണവും എത്ര കാലം എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ മരിക്കുന്നു, എല്ലാം തീരുമാനിക്കുന്ന റബ്ബിന് ഇത്, ആ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് എളുപ്പമാണ്, അല്ലാത്തവർക്ക് പ്രയാസമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ്, റഈസുൽ മുഫസ്സിരീൻ, ഇബ്നു അമ്മി റസൂലില്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തായിഫിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയിരുന്ന, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മകൾക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിരുന്നു. ആ മകൾ മരണപ്പെട്ടു എന്ന വിവരം മക്കയിലേക്കുള്ള വഴിയിലാണ് ഇബ്നു അബ്ബാസ് എന്നവർ അറിയുന്നത്. ഫനസല അൻ ദാബത്തിഹി, വാഹനം അവിടെ നിർത്തി, തൻ്റെ മൃഗത്തെ അവിടെ കെട്ടിയിട്ടു, താഴെ ഇറങ്ങി. എന്നിട്ട് മഹാനവറുകൾ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ മക്കയിലേക്ക് തിരിഞ്ഞിട്ട് സ്വല്ലാ റക്അതൈൻ, നിങ്ങളുടെ മകൾ മരണപ്പെട്ടു എന്നൊരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു. ثم رفع رأسه إلى السماء, ആകാശത്തേക്ക് തലയുയർത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ അല്ലാഹുവേ ലക്കൽ ഹംദ്, നിനക്ക് സ്തുതി റബ്ബേ, അൽഹംദുലില്ലാഹ് വ ഇന്നാ ലില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെല്ലാം നിനക്കുള്ളവരാണ്. ഔറത്തുൻ സതറഹല്ലാഹ്, എൻ്റെ മോളെ റബ്ബേ നീ മറച്ചു വെച്ചല്ലേ, കൊണ്ടുപോയല്ലേ. വമസൂമഊനതുൻ കഫാഹല്ലാഹ്, ആ മോൾക്ക് വേണ്ടി ഇനി ഒരു ചെലവും വാപ്പയായി എനിക്കിനി വഹിക്കേണ്ടതില്ല, എല്ലാം അല്ലാഹുവേ നീ ഏറ്റെടുത്തല്ലോ. വഅജ്റുൻ സാഖഹുല്ലാഹ്, എനിക്ക് അല്ലാഹു കൊണ്ടുതന്ന ഒരു പ്രതിഫലമാണിത്, സ്വർഗമാണിത് എന്ന് പറഞ്ഞ് അല്ലാഹുവിന് ശുക്ർ ചെയ്ത് തുമ്മ റഖിബ, ആ വാഹനം കയറി തിരിക്കുകയാണ് മഹാനവറുകൾ റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത്, ഈമാൻ ഖൽബിലേക്ക്, ബാഷറ ഖൽബുൽ ഈമാൻ, ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം ഇറങ്ങുകയാണെങ്കിൽ ദുന്യാവിലെ പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി പോലും നമുക്ക് നിസ്സാരമായി ബോധിക്കാൻ കഴിയും. വേദന വേണ്ടെന്നല്ല പറഞ്ഞത്, വേദനിക്കും, കരയും. പുണ്യ നബി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, നബിയെ എന്താണ് ഈ കരച്ചില്, അങ്ങ് കരയുകയാണോ? ഹബീബായ തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, സഅദേ ഇത് വെപ്രാളപ്പെടലല്ല, അള്ളാഹുവിന്റെ ഖളാഇൽ അവിശ്വസിക്കുന്നതോ ഖളാഇനെ പഴിചാരുന്നതോ അല്ല. തിൽക റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദി, അള്ളാഹുവിന്റെ അടിമകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നിക്ഷേപിക്കുന്ന കരുണയാണിത്. മനുഷ്യൻ കരഞ്ഞു പോകും, സങ്കടപ്പെടും, സ്വാഭാവികമാണ്. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ, അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ നാവ് കൊണ്ട് പറയില്ല. സഅദേ കരയുന്നത് സ്വാഭാവികമാണ്. ഈ കരച്ചിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയ കരുണയാണ്, റഹ്മത്താണ്. നമ്മൾ റഹ്മത്തിന്റെ ആളുകളല്ലേ, കരയാതിരിക്കാൻ പറ്റുമോ? കരഞ്ഞു പോകുന്നുണ്ട്.
എന്നാൽ നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതേ പറയുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ബിൻ സൽമാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഈങ്ങളിൽ കഴിഞ്ഞു പോയ മഹാൻ, അവരുടെ കരളിന്റെ കഷ്ണമായ പിഞ്ചുമോൻ മരണപ്പെട്ടപ്പോ ആ മോനെ മറവ് ചെയ്തിട്ട് പറഞ്ഞു, കുല്ലു ദാലിക ഫീ കിതാബ്, അല്ലാഹുവേ എല്ലാം നീ നിശ്ചയിച്ചു വെച്ചു. അൽഹംദുലില്ലാഹ് വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവനെ, ഞങ്ങളെല്ലാം നിനക്കുള്ളവർ, നിന്നിലേക്ക് യാത്രയാകുന്നവർ. അല്ലാഹുമ്മ ഇന്നി അർജൂക ലഹ്, പടച്ചവനെ എൻ്റെ മകന് പ്രതീക്ഷ നീയാണ്. വ അഖാഫുക അലൈഹി, എൻ്റെ മകന് ശിക്ഷ വല്ലതും വന്നു പോകുമോ എന്ന് നിന്നെക്കുറിച്ച് തന്നെയാണ് എനിക്ക് പേടിക്കാനുള്ളത്. അല്ലാഹുവേ, എൻ്റെ റജാ നീ സാധിപ്പിക്കണേ. അല്ലാഹുമ്മ ഫഹഖ്ഖിഖ് റജാഇ ഫീ വആമിൻ ഖൗഫി അലൈഹി, എനിക്കെൻ്റെ മകന് ശിക്ഷ ലഭിക്കുമോ എന്ന് പേടിയുണ്ട്. പടച്ചവനെ കാക്കണേ, എൻ്റെ മകൻ അനുഗ്രഹം ചെയ്യണേ എന്ന് പറഞ്ഞ് മഹാനവറുകൾ അല്ലാഹുവിൻ്റെ ഈ പരീക്ഷണത്തെ ഏറ്റുവാങ്ങുന്നൊരു രംഗം നോക്കണം. യാ അല്ലാഹ്, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിജാലങ്ങൾ മുഴുവനും അല്ലാഹു പടക്കുന്നതിൻ്റെ 50,000 സന, 50,000 വർഷങ്ങൾക്ക് മുമ്പ്, 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രേഖപ്പെടുത്തി വെച്ച അഖ്ദാറുകൾ, അല്ലാഹുവിൻ്റെ ഖദറും ഖലാഉം, ഇത് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയും, അല്ലാഹുവിൻ്റെ ഡിവൈൻ ഡെസ്റ്റിനി. ഇതിൽ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അത് വിശ്വസിക്കാതെ രക്ഷപ്പെടുക സാധ്യമല്ല. വല്ലാഹി ലൗ അൻഫഖ അഹദുക്കും മിഥല ഉഹുദിൻ ദഹബൻ യുൻഫിഖുഹു ഫീ സബീലില്ലാഹ് ലം യഖ്ബലഹു അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അതുകൊണ്ട് മുഅ്മിനേ, ഇത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. വിഷമങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രയാസമുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ പ്രയാസങ്ങളെ സ്വഹാബികൾ എങ്ങനെയാണ് തരണം ചെയ്തത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മുടെ കൽബുകൾക്ക് ഉറപ്പ് തരട്ടെ, കൽബുകൾക്ക് അള്ളാഹു ഉറപ്പ് തരട്ടെ. പ്രയാസങ്ങളെ സ്വീകരിക്കാനും ക്ഷമിക്കാനും അള്ളാഹു നമ്മുടെ കൽബിന് ഉറപ്പ് തരട്ടെ. അള്ളാഹുവിനോട് പരീക്ഷണങ്ങളെ തട്ടി നീക്കി തരാൻ ദുആ ചെയ്യണം. അള്ളാഹുവേ, നിന്റെ ഖലാഉകളിൽ, മുബറമായ നിന്റെ ഖലാഉകളിൽ അള്ളാഹുവേ, ഞങ്ങൾക്ക് എന്തെങ്കിലും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസമുള്ളത്, യാ അല്ലാഹ്, ഈ പരിശുദ്ധമായ മജ്ലിസിന്റെയും ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളുടെ ഇബാദത്തിന്റെയും സാന്നിധ്യത്തിന്റെയും ഹഖ് കൊണ്ട് റബ്ബേ ഞങ്ങൾക്കത് തട്ടി ദൂരത്താക്കണമേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലാ ഉഹദ്ദിസുകും ബിഹദീസിൻ ലാ യുഹദ്ദിസുകും ബിഹി അഹദുൻ ഗൈരി, ഞാനല്ലാതെ ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞ ഹബീബിന്റെ 10 കൊല്ലം സേവനം ചെയ്ത സ്വഹാബി, ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇടയില്ല എന്ന് പറഞ്ഞു. അസ്ഹാബ് പറഞ്ഞു, ബലാ അനസേ, പറഞ്ഞു തരൂ. റളിയല്ലാഹു അൻഹു. കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൂസാ, ഹബീബായ നബി തങ്ങളുടെ അരികത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഒരു നേരം. അല്ലാഹുവേ, അത് എന്തൊരു സൗഭാഗ്യമാണല്ലേ, ഹബീബിനെ കാണാൻ കിട്ടുന്നൊരു സൗഭാഗ്യം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം ഇവിടെ തന്നില്ല, എന്നാൽ നാളെ പരലോകത്ത് വെച്ച് കാണാനുള്ള ഭാഗ്യം അല്ലാഹുവേ നൽകണമേ. കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൂസൻ, ഞങ്ങൾ എല്ലാവരും ഹബീബിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഹബീബിനെ വീക്ഷിക്കുകയായിരുന്നു. ഫളഹിക, പുണ്യനബി തങ്ങൾ ചിരിച്ചു. അതദ്റൂന മിമ്മ ളഹിഖ്തു, ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് തിരുമേനി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലൂ, അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ. ഹബീബായ തങ്ങളുടെ മറുപടി വന്നു, അജിബ്തു ലിൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ ഒരാണിനെ കുറിച്ചും ഒരു പെണ്ണിനെ കുറിച്ചും, സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യഖ്ളി ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്, അല്ലാഹു എന്ത് വിധിച്ചാലും അവർക്കത് ഖൈറാണ്. രോഗമാണെങ്കിലും, കടമാണെങ്കിലും, പ്രയാസമാണെങ്കിലും, ആരോഗ്യത്തിലെ പരീക്ഷണമാണെങ്കിലും, മക്കളിൽ പരീക്ഷണമാണെങ്കിലും, എല്ലാം മുഅ്മിനായ മനുഷ്യന് ഖൈറാണ് എന്ന് അല്ലാഹു എന്നെ അറിയിച്ചതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ പുഞ്ചിരിയുടെ പൊരുൾ അതായിരുന്നു, ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ,
മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകുന്ന സങ്കടം, മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകുന്ന ദേഹാസ്വാസ്ഥ്യം അല്ലെങ്കിൽ അസുഖങ്ങള്, വേദനകള്, ഹത്ത ശൗകത ഇശാഖുഹ, കാലിലേക്കുന്ന ഒരു മുള്ള്, ഇതിനടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് പണ്ഡിതനാണ് ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് 11 വയസ്സുള്ള മോനുണ്ടായിരുന്നു. ഹഫിദൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു മോന്. ആ മോൻ ഹദീസും ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഇൽമും പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 11ാമത്തെ വയസ്സിൽ ആ മകനെ അള്ളാഹു കൊണ്ടുപോയി. മുഹമ്മദ് ബിൻ ഖലഫ് തങ്ങൾ പറയുന്നു, ഇബ്രാഹീമുൽ ഹർബി എന്ന പിതാവ് എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്? മുഹമ്മദ് ബിൻ ഖലഫ് എന്നവരെ ആശ്വസിപ്പിക്കാൻ ചെന്നു. ഒരാള് ഒരു വീട്ടിൽ മരണപ്പെട്ടാൽ 3 ദിവസം അസാഇന്റെ ദിവസമാണ്. അസാ എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്ന ദിവസമാണ്. ആശ്വസിപ്പിക്കൽ പ്രത്യേകം മനസ്സിലാക്കണം. എൻ്റെ വിഷയം ആ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകളെ കൊണ്ട് വീട്ടുകാർക്ക് വേദന വരരുത്. മരിച്ചുപോയൊരു കുട്ടിയുടെ കഥ ആ വീട്ടുകാരോട് വീണ്ടും ചോദിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന മുറിവ് അല്ലെങ്കിൽ ഉണങ്ങാനിരിക്കുന്ന മുറിവിനെ വീണ്ടും വേദനിപ്പിക്കലാണ്. അതുകൊണ്ട് മൗനമാണെങ്കിൽ മൗനം മതി, മൗനമാണെങ്കിൽ മൗനം മതി. നിങ്ങളൊന്നും സംസാരിക്കണമെന്നില്ല. ആ വീട്ടുകാരെ പോയി ഒന്ന് കാണുക, അല്ലാഹുവിനോട് ദുആ ചെയ്തു പോരുക. ഒരുപക്ഷെ അവർക്ക് അതായിരിക്കും ആശ്വാസം. 3 ദിവസം അസാ ആണ്. തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ആ വീട്ടുകാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അയൽവാസികൾ. കാരണം ഫഖദ് ശഗലഹും അൻഹു മൗതു, ആ മരണം കാരണം ആ വീട്ടുകാർക്ക് പാകം ചെയ്യാൻ കഴിയില്ല, അവരുടെ മനസ്സ് അസ്വസ്ഥമാണ്. അതുകൊണ്ട് 3 ദിവസത്തോളം അയൽവാസികൾ മരണപ്പെട്ട വീട്ടുകാരെ നോക്കണം എന്ന് വരെ ശരീഅത്തിന് വീക്ഷണമുണ്ട്. മഹാഷാ അല്ലാഹ്. 3 ദിവസം അസാ ആണ്. 3 ദിവസം കഴിഞ്ഞാൽ ഔദ്യോഗികമായ ദുഃഖാചരണം കഴിഞ്ഞു. പിന്നെ സങ്കടപ്പെട്ട് ഇരിക്കുക എന്ന ഒരു രീതി ശരിയല്ലെന്നാണ് ശരീഅത്ത് പറയാൻ. മഹാനായ ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികത്തേക്ക് അസാ ചെയ്യാൻ വന്ന മുഹമ്മദ് ബിൻ ഖലഫ് എന്നവർ പറയാൻ, ഞാൻ ചെന്ന് നോക്കുമ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി, ലഖദ് കുൻതു അലാ ഹുബ്ബി ലഹു അഷ്തഹി മൗത. വാപ്പ പറയാൻ, എൻ്റെ മോൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, 11 വയസ്സുള്ള മോൻ. എന്നാലും ആ മകന്റെ മരണം എനിക്ക് പ്രയാസമായിരുന്നില്ല. മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മനസ്സ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ്, നിങ്ങൾ ആലിമുദ്ദുന്യ, ലോകം കണ്ട ആലിമല്ലയോ? നിങ്ങൾ ഇങ്ങനെയാണോ പറയേണ്ടത്? എൻ്റെ മകൻ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എൻ്റെ മനസ്സ് അങ്ങനെയായിരുന്നു എന്ന് പറയാനൊക്കുമോ? നിങ്ങൾ പറയുന്നത് ശരിയാണോ? നിങ്ങളുടെ മകനാണെങ്കിലോ സബിയുൻ ഖദ് ഹഫിദൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്ത മോനല്ലയോ? വലഖൻതഹുൽ ഹദീസ് വൽ ഫിഖ്, ഹദീസും ഫിഖ്ഹും പഠിച്ച മോനല്ലേ? ആ മോൻ മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു എന്നാണോ? ഖാല നഅം, ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾക്കറിയുമോ, ആ കുഞ്ഞെങ്ങാനും എന്നെ വിട്ട് അല്ലാഹുവിലേക്ക് യാത്ര പോകുമ്പോൾ അത് കാരണം, ആ മോൻ കാരണം എനിക്കും ആ മോനും എൻ്റെ കുടുംബത്തിനും ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? അസുഖമായി കിടന്നിരുന്ന മോനായിരുന്നു ഇത്. ആ അസുഖത്തിൽ മോൻ മരണപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് മഹാനവറുകൾ ചിന്തിക്കാൻ വേറെയും ഒരു കാരണമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ലഖദ് റഅയ്തു ഫീ മനാമി, എനിക്ക് അല്ലാഹു ഒരു സ്വപ്നദർശനം കാണിച്ചു തന്നു. സ്വപ്നങ്ങൾ തെളിവുകളായി ഉദ്ധരിക്കപ്പെടില്ലെങ്കിലും സ്വപ്നങ്ങളിൽ മുബശ്ശിറാത്തുകളുണ്ട്, സന്തോഷ വാർത്തകളുണ്ട്. സ്വപ്നങ്ങളിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മഹാന്മാർ പറയും. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഈ മരണപ്പെട്ട കുഞ്ഞിന്റെ ഉപ്പ ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി കണ്ട സ്വപ്നം എന്താണ്? ഒരുപാട് മക്കള് ഖിയാമത്ത് നാൾ നടക്കുകയാണ്. കഅന്നൽ ഖിയാമത ഖാമത്, അന്ത്യനാൾ സംഭവിച്ചിരിക്കുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങള് ബിഐദീഹിം ഖിലാലുൻ ഫീഹാ മാ, വെള്ളം നിറച്ചുകൊണ്ട്
ഖിയാമത്തിന്റെ എരിപരി കൊള്ളുന്ന ചൂടിൽ ആളുകൾക്ക് ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ ഒരുപാട് മക്കള് ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. യസ്തഖ്ബിലൂനന്നാസ്, ചില ആളുകളെ ഓടിച്ചെന്നവർ കെട്ടിപ്പുണർന്ന് വാരിപ്പുണരുന്നുണ്ട്, എന്നിട്ടവർക്ക് വെള്ളമൊഴിച്ച് കുടിക്കാൻ കൊടുക്കുന്നു. ആ ദിവസം അതിശക്തമായ ചൂടുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു മക്കളോട്, ഇസ്കിനി മിൻ ഹാദൽ മാ, കുഞ്ഞെ എനിക്ക് ഒരിച്ചിരി വെള്ളം തരൂ. ഫനദറ ഇലയ്യ, എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, ലസ്ത അബീ, നിങ്ങൾ എൻ്റെ ഉപ്പയല്ലല്ലോ, നിങ്ങൾ എൻ്റെ ഉപ്പയല്ല, നിങ്ങൾ എൻ്റെ പിതാവല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മൻ അൻതും, മക്കളെ നിങ്ങളൊക്കെ ആരാണ്? നഹ്നു സുബിയത്തുല്ലദീന മിത്നാ, ഞങ്ങൾ കുഞ്ഞുനാളിൽ മരണപ്പെട്ടു പോയ മക്കളാണ്. വഹ്തസബനാ ആബാഉനാ, ഞങ്ങളുടെ ഉപ്പമാർ അതിൽ ക്ഷമിക്കുകയും ഞങ്ങളുടെ ഉപ്പമാർ അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളുടെ മരണത്തിൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും ചെയ്തവരാണ്. നന്തളിറുഹും ലിനസ്ഖിയഹും, ആ ഉപ്പയെയും ഉമ്മയെയുമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അവർക്ക് വെള്ളം കൊടുക്കാൻ. ഫനസ്ഖീഹിമുൽ മാ, ഈ വെള്ളം ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെയാണ് കുടിപ്പിക്കുന്നത് എന്നെന്നോടാ മക്കൾ പറഞ്ഞു. ഫലിദാലിക ഇസ്തഹൈതു മൗത, അവിടെ മുതലാണ് മുഹമ്മദ് ബിൻ ഖലഫെ, എൻ്റെ മകൻ മരിക്കുകയാണെങ്കിൽ എനിക്കും നാളെ മഹ്ശറയുടെ ചൂടിൽ എനിക്കല്ലാഹു വെള്ളം തരുമല്ലോ എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് മഹാനവറുകൾ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രസവം നടന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മമാരെ നിങ്ങൾ വിഷമിക്കരുത്. ഉപ്പമാരെ, നിങ്ങൾക്ക് കൊച്ചുമക്കള് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിനെ പറയുമ്പോൾ സമർക്കന്ത് ഓർമ്മ വരണം. ഇമാം ബുഖാരി തങ്ങളുടെ മഖാമുള്ളത് സമർക്കന്തിലാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി, മഹാനവറുകൾ ജനിച്ചത് ബുഖാറയിലാണ്. സമർക്കന്തിൽ നിന്നും ഒരു 150 കിലോമീറ്റർ അപ്പുറത്ത്. പക്ഷേ സമർക്കന്തിലാണ് ബുഖാരി തങ്ങളുടെ മഖാമുള്ളത്. ബുഖാരി ഇമാം കിടക്കുന്നത് അവിടെയാണ്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ സമർക്കന്തിലൊക്കെ ഒന്ന് അതിഞ്ഞാൽ എന്തായാലും പോകണം. ഒന്ന് ഇൽമിൻ്റെ നാടാണ്. നമ്മുടെ നാട്ടിലേക്ക് എളിവും വെളിച്ചവും കൊണ്ടുവന്നൊരു മഹാന്റെ നാടാണ്. ഒരുപാട് മഹത്തുക്കൾ, ഇസ്ലാമിൻ്റെ വലിയ ചരിത്രങ്ങൾ കിടക്കുന്ന നാടാണ് സമർക്കന്ത്. ടാഷ്കന്റ് എന്ന് കുറച്ചുള്ളൂ, ഉസ്ബെക്കിസ്ഥാനിലാണ്. പഴയകാല റഷ്യ എന്ന് പറയുമ്പോൾ ഉസ്ബെക്കിസ്ഥാനിലാണ്.